ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ലാസ്റ്റ് ഡേ ഓൺ എർത്ത് സർവൈവൽ ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. അതിൽ സർവൈവേഴ്സ് പാത്ത് മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ നമുക്കിന്ന് കിട്ടാനുള്ള ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാ നോക്കാം. ഇൻബോക്സിൽ എന്തൊക്കെയുണ്ട്? മെഡിക്കിറ്റ്, അയൺ ബാർ. ഓക്കെ, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് എടുക്കാം അതിനകത്തുനിന്ന്. അങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മൾ കിച്ചൺ സ്റ്റൗ കുക്ക് നോക്കിയിട്ട്, അപ്പോൾ അതിന് ഇവിടെ ഒരു 6 ഐറ്റം നമുക്ക് കുറവായിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നമ്മൾ ഓൾറെഡി നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഇരിക്കട്ടെ. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഇൻബോക്സിൽ നിന്ന് എടുക്കാം. 20 ഐറ്റംസ് എടുത്തു. നമ്മളിനി ചെയ്യാൻ പോകുന്നത് കിച്ചൺ സ്റ്റൗ കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചൺ സ്റ്റൗ ക്രാഫ്റ്റ് ചെയ്യണം. സോ നമ്മളത് ക്രാഫ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. യെസ്, അത് നമ്മൾ എവിടെയെങ്കിലും ബിൽഡ് ചെയ്യണമല്ലോ. നമ്മളത് ബിൽഡ് ചെയ്യാൻ പോകുന്നു. ഓൾമോസ്റ്റ് ഇവിടെ മൊത്തം സ്പേസ് ഫുള്ളായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കില്ല, കാരണം മുഴുത്തൊരു സാധനം ഇട്ടിരിക്കുക. പ്ലേ സ്റ്റോൺ ഫ്ലോറിനകത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. സോ നമ്മളതിനെ മാറ്റേണ്ടി വരും. അതിനെയല്ല, ഇതിനെ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വരും. സ്റ്റോൺ ഫ്ലോർ തന്നെ നമ്മൾ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോൺ ഫ്ലോറിലോട്ടാക്കണം. ഓക്കെ, ജസ്റ്റ് ഇതൊന്നും വേണ്ട. ഇതിനെ തൽക്കാലം നമ്മൾ സ്ഥാനം മാറ്റുന്നു, ഇങ്ങോട്ടേക്കാക്കുന്നു. ഡൺ. ഇതിനെ സ്ഥാനം മാറ്റി നമ്മൾ ഇങ്ങോട്ടേക്കാക്കുന്നു. ഡൺ. അത് കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ സ്റ്റൗ ബിൽഡ് ചെയ്യുക. ഡൺ. ക്ലോസ്. ഇനി നമുക്ക് കിച്ചൺ സ്റ്റൗവിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. എൻ്റെ മോനെ, ഇത് ഇത്രയും വലിയ സാധനമായിരുന്നോ? ഇതല്ല, ഇത് ടൂൾസ് ഉണ്ടാക്കുന്നില്ലേ? സോറി, തെറ്റിദ്ധരിച്ചോ. കിച്ചൺ സ്റ്റൗ. ഓക്കെ, ഇത്രയും സംഭവമായിരുന്നു. അതിൽ റെസിപ്പീസ് ഉണ്ട്. ഫിഷ് ഇത്ര ഇടുക, പിന്നെ ഈ ക്യാൻ ഫുഡ് ഇടുക, വെള്ളം ഇടുക, ക്യാൻഡ് ഫുഡ് ഫോർ കിറ്റൻസ്. ഈ ഐറ്റം നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കിയാൽ, നമ്മുടെ ഇത്ര ഐറ്റംസ് ഉണ്ടെന്ന് കരുതുന്നു. നമുക്ക് ഇത്ര ഐറ്റം ഉണ്ടാക്കാൻ പറ്റും നോക്കി നോക്കാം. അല്ലെങ്കിൽ ഫിഷ് ഉണ്ട്. ഇത് ഓക്കെ, ഈ കോൺ ഫിഷ് ഇല്ല നമ്മുടെ അടുത്തിടാൻ. സോ അത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നിന്ന് ഫിഷിങ്ങിന് പോയിട്ട് വരാം. 1 സെക്കൻഡ് ഒരു മീൻപിടുത്തത്തിലോട്ട് നമുക്ക് പോയിട്ട് അവിടുന്ന് ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഫിഷിംഗ് റോഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഫിഷിംഗ് റോഡ് സെറ്റ് ചെയ്യാനായിട്ട് ഐറ്റംസ് എല്ലാം ഉണ്ട്. നമ്മളൊരു ഫിഷിംഗ് റോഡ് ക്രാഫ്റ്റ് ചെയ്തു. ഓക്കെ, ക്രാഫ്റ്റഡ് ഐറ്റം നമുക്കിവിടെ ഉണ്ട്. അതിനെ എക്വിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ, തൽക്കാലം നമുക്കിത് പിടിക്കാം. ഓക്കെ, പാൻറ് പോയി. നമ്മുടെ പാൻറ് എക്വിപ്പ് ചെയ്യുന്നു. നമ്മൾ ഷൂസ് എക്വിപ്പ് ചെയ്യുന്നു. ഇത്ര ഐറ്റം മതിയല്ലോ. ജസ്റ്റ് ഈ ക്രോബാർ കൊണ്ടുപോകാം തൽക്കാലത്തേക്ക്. ഓക്കെ, എനിവേസ്, വിശപ്പ്, ദാഹം 48, 59. വെറുതെ ഫിഷ് കഴിക്കേണ്ട. കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ബെറി യൂസ് ചെയ്ത് വിശപ്പടക്കാം. ബെറി കൊണ്ട് തീർന്നില്ല, അതുകൊണ്ട് സ്റ്റീക്ക് കുറച്ച് യൂസ് ചെയ്തു. ഓക്കെ, ഐ ഫീൽ ബെറ്റർ നൗ. അപ്പോൾ നമ്മൾ ഇതാ പോകുന്നു. സാധനമില്ല, ഫിഷിംഗ് റോഡില്ല. ഓക്കെ, ഉണ്ട്. ഇത് മാത്രം മതിയെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റായിട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ ബംഗാർ അൽഫയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ക്ലോസ്. ഇവൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലോസ്.
മെയിൻ ലൂട്ട് ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് സാധാ ലൂട്ട് അത് കൊണ്ടുവരാൻ നോക്കാം. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ എനിമീസ് ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ക്രോബാർ എടുത്ത് എനിമീസ് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മുടെ പയ്യന്മാർ സോംബീസ് ഉണ്ടോയെന്നറിയില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ഈ ചുറ്റുപാടൊന്ന് ആദ്യം നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സോ ഇവിടെ ഒന്നുമില്ലേ? ഓ, ഫിഷിംഗ് റോഡ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, എനിവേസ് നമ്മുടെ കയ്യിലുള്ള ഫിഷിംഗ് റോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഫിഷിംഗ് നോക്കാം. വാട്ട് ഷുഡ് വി ഡു? വെയിറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ ഈയിൽ കണക്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ ഇവിടുത്തെ ഫിഷിംഗ് റോഡ് എടുക്കാം. അത് നല്ലത്. എന്ത് വ്യത്യാസമുണ്ടെങ്കിലോ ഇത് എക്വിപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫിഷിംഗ് റോഡ് വെച്ച് നോക്കാം. ഫിഷ് കോട്ടവേ. ഓക്കെ, മനസ്സിലായി. പഴയ പോലെ തന്നെ, മാറ്റമൊന്നുമില്ല. നമ്മൾ ഈയിൽ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോയി. അത് ഈ തന്നെ നിർത്തുക. ആ ഒരു മീനെ ഈയിൽ തന്നെ നിർത്തുക. യെസ്, കാർപ്പ് പിടിക്കാനേ ചാടിപ്പോയോ? ഇല്ലല്ലോ, ബാഗിലുണ്ട്. ഒരു കാർപ്പിന് കിട്ടി. നെക്സ്റ്റ് ഫിഷിന് നമ്മൾ കാർപ്പ്, മുഴുത്തൊരു കാർപ്പിന് കിട്ടി. എഗെയിൻ ന്യൂ റെക്കോർഡ്. താങ്ക് യു. പെർക്ക്. ഇവിടെ വലിയ സോംബിയും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ചാടിപ്പോ. ഇല്ല, ഓക്കെ, ഒന്ന് കിട്ടി. ഒരു സെറ്റപ്പ് കൊള്ളാം കേട്ടോ. നമ്മളെ മീൻ ചാടിപ്പോകാത്ത രീതിയിലൊരു നല്ല സെറ്റപ്പിലാണ് ആക്കിയിട്ടുള്ളത്. അതായത് ആ ഒരു ഓറഞ്ച് കളറിനകത്ത് നിർത്തി കഴിഞ്ഞാൽ ഫിഷിന് കിട്ടും എന്നുള്ള രീതിയിൽ. കുറേ മീൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ എന്തായാലും കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും വന്നതാണ് ഇത്രയും എനർജി കൊടുത്തിട്ട്. നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റുന്ന എത്ര യൂസ് ചെയ്യണത്. നല്ല ഫിഷ് കിട്ടും നോക്കട്ടെ. നമ്മുടെ ഫിഷിംഗ് റോഡിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, അത് പറ്റി. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അപ്പുറ സൈഡിൽ പോയിട്ട് നോക്കി നോക്കാം. വേറെ എന്തെങ്കിലും വലിയ ഫിഷ് കിട്ടുമെന്നുള്ള കാര്യം നോക്കി നോക്കാം. കുളത്തിൻ്റെ ഇങ്ങേക്കര എന്നിട്ട് കാര്യമില്ല, അങ്ങേക്കരയിൽ പോയി പിടിച്ചു നോക്കാൻ അറിയില്ലേ.
ഈ ബെയ്റ്റ് ഉണ്ടോ നമ്മുടെ അടുത്ത്? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ വരണമെങ്കിൽ നമുക്ക് ആ ഒരു ബെയ്റ്റ് വേണം. ബെയ്റ്റ് നോർമൽ ചൂണ്ടിട്ടാൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ വരണമെങ്കിലോ ഇവിടെ ആ സംഭവം വേണം. സോ ഈസി ആയിട്ടുള്ള അവിടെ മാത്രമേ ഉള്ളൂ. അതിന് അതും പോയോ? ഐ സി. അപ്പോൾ നമ്മൾ മറ്റേതിനകത്ത സംഭവം ഉള്ളത് കൊണ്ടാണ് നമുക്കത് പിടിക്കാൻ പറ്റുക. സോ ഗൈസ്, നിങ്ങൾക്കറിയുമെങ്കിൽ പറയുമോ എങ്ങനെയാണ് ഈ സംഭവം കുക്ക് ചെയ്യേണ്ടതെന്നുള്ള ബെയ്റ്റ്? നമുക്ക് നോക്കി നോക്കാം എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നതായിരിക്കും. എനിവേയ്സ്, ബാക്കിയുള്ള ഓട്ടോ കളക്ഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഫിഷിംഗ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഫിഷിംഗ് റോഡ് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. ഈ ഫിഷുകൾ വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് സ്ഥലം വേണോ? വേണ്ട. നോക്കി നോക്കാം. ഫുഡിൻ്റെ കൂടെ തന്നെ വയ്ക്കാം. സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം. Witnesses of those events are still alive, shadows of the past, always known as zombies. Years later, they are wandering around. ഒരു വാണ്ടറിങ് ഒരല്പം പ്രശ്നമാണ്. അതാണ് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുന്നത്. മീൻ പിടിച്ചിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ബേസിലോട്ട് വന്നിരിക്കുകയാണ്. തിരുമ്പി വന്നാച്ച് ടു ദ ബേസ്. നേരെ നമ്മൾ കുക്കിങ്ങിലേക്ക്. ഇവിടുന്ന് ക്യാൻഡ് ഫുഡ് എടുക്കണം. ഈ ക്യാൻഡ് ഫുഡ് നമ്മളെടുത്തു, ക്ലോസ് ചെയ്തു, നേരെ അടുക്കളയിലേക്ക് ഏപ്രണൊക്കെ കെട്ടി അടുക്കളയിലോട്ട് പോകാം. ഓട്ടെ, ഈ ഫിഷ് നീസാൻ കുക്കാവോ? ഇതിട്ട് ഞാൻ എന്ത് സംഭവിക്കും? ക്യാരറ്റ് വെള്ളം ഒഴിച്ചിട്ടില്ല. മൈ ഗുഡ്നസ്. അല്ല, വെള്ളം ഒഴിക്കണ്ടേ ഇപ്പോൾ? അതൊക്കെ നശിച്ചു പോവോ? അല്ല, ഈ ഐറ്റം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ. വെള്ളം ഒഴിക്കേണ്ടതായിരുന്നു. ഇത് മൂന്നെണ്ണം ഇട്ടിട്ട് ക്യാരറ്റും ഈ മഷ്റൂം ഇല്ല, ഈ 3 ഫിഷ് ഇടണം. കാർപ്പാണോ പീച്ചാണോ പെർച്ചാണോ എന്നറിയത്തില്ലല്ലോ ഈ സാധനം. ഇത് ഈ 3 ഫിഷ് ഏതായിരുന്നു? ഈ 3 ഫിഷ് കൊണ്ടുണ്ടായിരുന്നോ? ഇല്ല. എനിവേസ്, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. 1 മിനിറ്റ് സമയം പറയുന്നുണ്ട്. ഇത് കത്തിപ്പോവോ നശിച്ചുവോ എന്നറിയത്തില്ല. ജസ്റ്റ് നമുക്ക് എന്തായാലും പോയിട്ട് നോക്കിയിട്ട് വരാം എന്താ കിട്ടുമെന്നറിയില്ലല്ലോ. നമ്മുടെ ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വെച്ചു. ഫിഷ് ഇതിവിടെ അല്ല. നീ എന്താ ഇവിടെ കയറുന്നത്? ഇവിടെ തിരിച്ചു വെച്ചു. സോ നൗ ഗോ ടു ബങ്കർ ആൽഫ. ബങ്കർ ആൽഫ പോകണമെന്ന് പറയുന്നത്. സോ ബങ്കർ കോഡ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് 57084 നോക്കിയോട്ടെ. നമ്മൾ ബങ്കർ ആൽഫ പോയിട്ട് തിരിച്ചു വരാം. ഇൻ കേസ് ബങ്കർ ആൽഫയുടെ കാർഡ് എന്തെങ്കിലും എടുക്കണോ നമ്മൾ? യൂസർമി സി ലെവൽ, യൂസർമി സ്പ്ലിറ്റ്. ഇതിൻ്റെ ഒരു ഒറ്റ കാർഡ് നമ്മൾ എടുത്ത് നോക്കാം. ജസ്റ്റ് ഇൻ കേസ് അവിടെ യൂസ് ആവില്ലെന്ന് അറിയാലോ. സോ നമ്മൾ നേരെ ബങ്കർ ആൽഫയിലോട്ട് പോയി കൈ വെച്ച് പോകണം. പോലെ നീ വെപ്പൺ എടുക്കുക. വെപ്പണൊന്നും എടുക്കാണ്ട് ചെന്ന് കയറുവാണല്ലോ. നമ്മളേത് വെപ്പൺ എടുക്കും? ഇത് എക്യുപ്പ് ചെയ്യുക, ഇത് എക്യുപ്പ് ചെയ്യുക, ഇത് എക്യുപ്പ് ചെയ്യുക, ഇതിനെ എടുക്കുക. ഓക്കെ, തൽക്കാലം ഇതിനെ എക്യുപ്പ് ചെയ്യാം.
പിന്നെ നമുക്ക് വേണ്ടിയത് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുക്കാൻ വേണ്ടി ഇതൊരു 3 എടുത്ത് വെച്ചേക്കാം. ബാൻഡേജസ് വേണോ? കുറച്ച് ഐറ്റംസ് എടുക്കാം. ഗുഡ്. സോ വി ആർ ഗോയിങ് ടു ബങ്കർ ആൽഫ. ആൽഫ ബങ്കറിലേക്കൊരു യാത്ര. എവിടെ ബങ്കർ ആൽഫ? ബങ്കർ ആൽഫ. ആൽഫ ബങ്കറിൽ എന്താ കിട്ടുന്നത്? ഇത്ര ഐറ്റംസ് കിട്ടും. ഗ്യാസ് കിട്ടും, വണ്ടിയുടെ പാർട്സ് കിട്ടും, കൂപ്പൺസ് കിട്ടും, ഗണ്ണ് കിട്ടും, ഗണ്ണ്. സോ നമ്മൾ 31 എനർജി കൊടുത്തിട്ട് നമ്മൾ നേരെ ചെന്ന് കയറുവാണ് അങ്ങോട്ടേക്ക്. ബങ്കർ ആൽഫയിലോട്ട് എന്താ സംഭവിക്കുന്നത് കാണാം. ഇനി ബങ്കർ ആൽഫ ചെല്ലുമ്പോൾ തിരിച്ചു വരാൻ പറയുമെന്ന് അറിയത്തില്ല. മീൻസ് മിഷൻസേ ഗോ ടു ബങ്കർ ആൽഫ എന്ന് ഇതുവരെ കാണിച്ചിട്ടുണ്ട്. എൻ്റർ ചെയ്തു. നടക്ക് പുറത്ത് യുദ്ധം. ജീവന് വേണ്ടിയിട്ടുള്ള എൻ്റെ പോരാടലാണ് ഇനി കാണാൻ പോകുന്നത്. അല്ലാണ്ട് വേറൊന്നുമല്ല. ഓക്കെ, നോ താങ്ക്സ്, നോ താങ്ക്സ്, നോ താങ്ക്സ്. വളരെ പതുക്കെ നമുക്ക് ഇതിനുള്ളിലേക്ക് പോവാം. ഓടിക്കോ. ഓ, ഇവിടേക്ക് ആൾക്കാരുണ്ട്. സോ നോ പ്രോബ്ലം. ഫൈൻഡ് ദ മറൈൻ. നിങ്ങൾ മറൈൻ ആണോ? ഓക്കെ, ടോക്ക് ടു ദ മറൈൻ. കമാൻഡ് ആസ് സൂൺ ആസ് യു ഓപ്പൺ ഡോർ. ഓക്കെ, യെസ് സാർ. എന്ന് വിചാരിച്ചു? ആക്സസ് കാർഡില്ലെന്നും എൻ്റെ അടുത്ത്. എൻ്റർ ദ കോഡ് ആൻഡ് കം ഡൗൺ. അപ്പോൾ നമ്മൾ മുകളിലോട്ടാണ് പോകേണ്ടത്. തൽക്കാലം പേടിക്കാണ്ട് ഇതെടുത്ത് പിടിക്കാം. പേടിയൊന്നുമില്ല, ജസ്റ്റ് ഭയം. ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നോക്കട്ടെ. എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തൂക്കാം. ഓക്കെ, ഇതെല്ലാം ഓപ്പണാക്കി വെക്കാണ്ട് താഴെ പോയിട്ട് എന്താ പരിപാടി നോക്കാമല്ലോ. എൻ്റർ ദ കോഡ് ആൻഡ് കം ഡൗൺ. അപ്പോൾ മെഡിക്കൽ കിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോവാം. ഇത് തിരിച്ചു വന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കുമോ എന്നറിയില്ല. ജസ്റ്റ് ഇതൊക്കെ ഒരു ട്രൈ ആണ്. നമുക്ക് തൽക്കാലം നമുക്ക് ഇതെടുക്കാം. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാതെ. എക്യുപ്മെൻറ്റ് ഇത് വേണം, വെപ്പൺ വേണം. ഇത് കുടിക്കണം, കാരണം വെള്ളം കുടിക്കാൻ വിട്ടുവരും നമ്മൾ. അങ്ങോട്ടേക്ക് പോകാനുള്ള പല സാധനങ്ങളും ഇതിനകത്തുണ്ടേ. മീൻസ് ഉള്ളിലോട്ട് പോകുന്ന എന്തോ വലിയ ടാസ്കിലോട്ടാണ് പോകും നമ്മൾ. പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഓക്കെ, ഓക്കെ, ഇതെടുത്ത് വയ്ക്കാം. ബാൻഡേജ് സെറ്റപ്പ് ആക്കണ്ടേ. സോ നമ്മൾ ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നമ്മൾ ബങ്കർ കോഡ് അടിക്കണം. ബങ്കർ കോഡ് നമുക്കപ്പം റേഡിയോയിൽ കിട്ടിയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. 57084. 57084. നമ്മൾ 57084. റോജർ ദാറ്റ്. അതൊന്നും ആവശ്യത്തിന് ഓരോ തുറക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലു അല്ലോടാ നിങ്ങൾക്ക്. ഇതെന്താ? എൻ്റർ ദ കോഡ് ആൻഡ് കം ഡൗൺ. ഇവിടെ എല്ലാം ചെയ്യണ്ടോ? നോ. ഓക്കെ, എൻ്റർ അടിച്ചു. ഓക്കെ, സോറി.
അടുത്ത് പോയാൽ മതിയായിരുന്നു. സോ നമ്മളതിൽ ഗണ്ണുണ്ട്, വലിയൊരു ചുറ്റികളുണ്ട്, തോറിൻ്റെ ചുറ്റികയുണ്ട്. നമ്മൾ റെക്കോർഡ് ആവുന്നില്ലേ? വീഡിയോ റെക്കോർഡിംഗ്, യെസ്, ഇറ്റ്സ് ഗോയിങ് ഗുഡ്. മെർസനറീസ് ട്രൈഡ് ദൈ ഹാഡ്സ്. പേടിച്ചു പോയടാ. നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളിവിടെ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്ന ഒരു ഐഡിയയും കാണുന്നത്? ഓക്കെ, ഇതിനകത്ത് എഴുതി കഴിയുമ്പോൾ തിരിച്ചു, അപ്പോൾ തിരിച്ച് നമ്മൾ ആ ലെവലിൽ തന്നെ എത്തും. ഗോ ഫർദർ. ഓക്കെ, റെഡി ഫോർ എനിത്തിങ്. ഇതൊക്കെ ആരാ? നിങ്ങളൊക്കെ ഏതാ? ഒരു പെട്ടി ഉണ്ടല്ലോ, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നേ. ഓക്കെ, എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കട്ടെ. ക്യാൻഡ് ഫുഡ്. ഓക്കെ, എന്തും റെഡിയാണല്ലോ നിങ്ങൾ? ഗെറ്റ് റെഡി എവരിബഡി. ആരെയും വിളിച്ച് വരുത്തരുത്. ആ വന്നോമാരെ കൊല്ലടേ. ഇതെന്തോന്ന്? കൂപ്പൺ കിട്ടി, കൂപ്പൺ കിട്ടി. Then we go to another place. വെയിറ്റ് ചെയ്യണം ചേച്ചി. ഓക്കെ, തൽക്കാലം ഈ ഡോർ വഴി നോക്കി നോക്കാൻ പറ്റില്ല. അവർ സി കീ കാർഡ് റിക്വയർഡ്. വെറുതെ തള്ളി തുറന്ന് കയറി. ഇവിടെ ഒന്നുമില്ല. ഇറങ്ങ, മതി, ഇവിടെ ഒന്നുമില്ല. ഇതാ ശല്യം ഇനി. ഇവിടെ ആണെങ്കിലോ ഈ ഒരു തള്ളമുണ്ട്. നമുക്ക് പരിപാടി കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളൊക്കെ ഉള്ളൊരു സഹായം തന്നെയാണ് ബ്രോ. ഇവിടെ എന്താ കാണിക്കുന്നേ? ഈ സ്ഥലത്ത് എന്തോ ഉണ്ടല്ലോ. ക്യാൻ ഷവർ. ഐ സി. അവിടെ നിന്ന് കുപ്പിവെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഷവർ ചെയ്യാൻ പറ്റുന്നതാണ്. മീൻസ് എന്തിനാ? റേഡിയേഷൻസ്, ഇനി പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ. എല്ലാവരും വരും, പേടിച്ചിരിക്കാതെ എല്ലാവരും വരും. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബാൻഡേജ് യൂസ് ചെയ്യാം. ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അത്രയും സംഭവങ്ങൾ വരും. ഗുഡ് വർക്ക്. ഇവിടെ നിന്ന് തിരക്കുള്ളത് നോക്കട്ടെ. കൂപ്പണും പ്ലെയർ ക്യാൻസൽ. അല്ല, ഓപ്ഷൻ എടുത്ത് നോക്കാം. ഒന്നും സംഭവിക്കാനില്ലല്ലോ. ഓക്കെ, ഇവിടെ കൊടുത്താൽ ക്യാൻസൽ. നീ എന്താ കുട്ടായി ചെയ്യുന്നത്? ഇവിടുന്ന് എന്താ തപ്പുന്നേ? സർവൈവൽ കിറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കൂപ്പൺസ് ഇവിടെ മസ്റ്റാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇവിടെ എന്താ ഉള്ളത്? കൂപ്പൺ. ഓക്കെ, എല്ലാം തുറക്കുമ്പോൾ ഇവിടെ എല്ലാവരും ചാട്ടെ. ആക്സിഡന്റ് അപ്രോപ്രിയേറ്റ് ഫിംഗർ. ഓക്കെ, ഞാൻ വെച്ച് മുറിച്ചുകൊണ്ട് വരാൻ കഴിക്കുന്നു. സോ ആ ഫിംഗർ കിട്ടണമെങ്കിൽ ആരെങ്കിലും തട്ടേണ്ടി വരും മിക്കവാറും തോന്നുന്നുണ്ട്. സോ ഇല്ലല്ലോ, ഇവിടെ അങ്ങോട്ട് പോകാൻ വഴിയില്ല, ഇങ്ങോട്ട് പോകാൻ വഴിയില്ല, ഇങ്ങോട്ടും പോകാൻ വഴിയില്ല. ഈ വഴി മാത്രമായിരിക്കും ഇനി ബാക്കിയുള്ളത്. സെക്കൻഡ് ഫ്ലോർ. ഗോ ഫർദർ കാണിച്ചു, അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയാത്ത എന്താ ഇത് ശല്യം? ആ, ഗെറ്റ് ഡൗൺ ടു ദ നെക്സ്റ്റ് ഫ്ലോർ. നിങ്ങൾ 3 പേരേ ഉള്ളൂ ഇപ്പോൾ? എന്നാലും സമ്മതിക്കൂല. ആ, ഓക്കെ. പതുക്കെ പോകണ്ടാ. എന്താ സംഭവിക്കുന്നത്? ലൈഫ് പോവാണല്ലോ. കേട്ടോ. സോറി ഗൈസ്, നിങ്ങളെന്താ വെച്ചാൽ ഞാൻ ലൈഫ് നിറച്ചോട്ടെ. ഒരു സെക്കൻഡ്. എൻ്റെ ഗണ്ണും കൂടി ഒന്ന് എടുത്തോട്ടെ. അമ്മക്കൊന്നും ഇല്ലാത്തതിനെ. ബ്രോ, നമ്മൾ ബങ്കറിൽ വരുമ്പോൾ നമുക്ക് ഗണ്ണൊക്കെ യൂസ് ചെയ്യാമല്ലോ അല്ലേ? കൂപ്പൺ ഒരുപാടുണ്ട്. ഓക്കെ, സോ ഇതുവരെ ചെയ്ത് നോക്കാൻ തോന്നുന്നു. തൽക്കാലം നമുക്ക് ഗണ്ണെടുത്ത് ഉറപ്പിക്കാം. ഓക്കെ, ഇൻ കേസ് ഓഫ് എമർജൻസി. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. തുറക്കാൻ പറ്റില്ല. നീ എന്താ ഇവിടെ മാന്തുന്നേ? ഈ ഗേറ്റ് ഓപ്പൺ ആക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം രാമേന്ദ്ര? ഫ്രണ്ട്സീഡ് ജയന്റോ? കളിച്ച് അത്രയും വെറുതെ ആയല്ലോ. റിട്ടേൺ ടു ദ ബങ്കർ ആൽഫ. നമ്മൾ ഇതേ വഴിക്ക് നമ്മൾ ഒരു നിമിഷം പോകുന്നതിന് മുന്നേ കുക്കിങ്ങിന് വെച്ച സാധനം എന്താ നോക്കട്ടെ. 1 minute 12 seconds. ടൈമാണോ ഇനി താമസമുള്ളതാണോ? അയ്യോ ആയിട്ടില്ല. സോ നേരെ നമ്മളിപ്പോഴും പുറത്ത് പോയിട്ട് ബങ്കർ ആൽഫയിലോട്ട് നിന്ന് തിരിച്ചു പോകാനാണ് പറയുന്നത്. ബങ്കർ ആൽഫ പോയിട്ട് വരാം. ബുങ്കർ ആൽഫ. ബങ്കർ ആൽഫ പോകുന്ന വഴി തെറിയുമാണ്. സോ നമ്മളൊക്കെ ഇനി ബങ്കർ ആൽഫയിൽ എത്തിയിട്ടുണ്ട്. എൻട്രി ചെയ്യുന്നുണ്ട്. നേരെ നമ്മൾ പോയിട്ട് നമ്മുടെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കേണ്ടി വരും. ചത്തടം തൊട്ടാണോ വരുന്നത് അതോ ആദ്യം മുതലാണോ വരുന്നത് എന്നുള്ള ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഷെഡി പുറത്താ വന്നതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ വരാനാണ് സാധ്യത. അതെ, ബെസ്റ്റ്. ഇതോ ഓപ്പണാ, കാര്യമായി. ഞാൻ കരുതി കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഹായ് 5 സെയിം കോഡല്ലേ? ഓക്കെ. ഡോഗ് വിത്ത് സ്കിൽ ട്രൂ ഫ്രണ്ട് ഈസ് റിക്വയർഡ്. ആയിക്കോട്ടെ. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നുള്ള സാധനം എടുക്കണ്ട, നമ്മൾ ചത്തടുത്ത് പോയിട്ട് നമ്മുടെ സാധനം എടുക്കാം. അവിടെ നമ്മുടെ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. ഇനി അവരെല്ലാം ഡെഡായെന്ന് അറിയത്തില്ല. പ്രതീക്ഷയുണ്ട് അവരുടെ മേലെ. അവർ കൊന്നിട്ടിരുന്നെങ്കിൽ
എളുപ്പമായിരുന്നു. ഇതുവഴിക്ക് തന്നെയല്ലേ? യെസ്, ഈ ലിഫ്റ്റ് തേടിപ്പോകാൻ പറ്റൂലല്ലോ. 6 വരെ ഉണ്ടല്ലേ? 2 തന്നെ ഇത്രയും ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ. ഗൺ എന്തായാലും യൂസ് ചെയ്യാം, അല്ലാണ്ട് നടക്കില്ല. ഇത്രയും അടുത്ത് വലിയ സാധനം വന്നിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്ന ഗണ്ണില്ലാണ്ട് രക്ഷയില്ല. ഇനി ബങ്കർ ആൽഫ അല്ല, ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്നത്? ഈ മിഷൻ ഇത്രയും ഇതെങ്ങനെ ആര് ഫിനിഷ് ചെയ്യും? നമ്മുടെ ടീമിട്ടുണ്ട്. കോറിഡോർ ഓഫ് ഡെത്ത്. മര്യാദക്ക് നടക്കുക, മര്യാദക്ക് നടക്കുക. ഇത് നമ്മൾ കൊന്നതല്ലേ? ഇല്ല, ഇവിടെ അല്ല. ജസ്റ്റ് വെയിറ്റ് പതുക്കെ പോടേ. എൻ്റെ ഒരു ഗണ്ണും തേങ്ങയൊന്നുമില്ല. ഓ, ആ സാധനം അവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. ലെവലപ്പ് എന്തോ കാണിക്കുന്ന കോട്ടെ. കിൽ ദ ജയൻ്റ് കാണിക്കുന്നത്. ബാൻഡേജസ് കൺഫേം. ആ ജയൻറ്റിനെ കൊല്ലണമെങ്കിൽ എൻ്റെ ഗണ്ണ് എനിക്ക് തിരിച്ചെടുക്കണ്ടേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കൊല്ലും, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഈ ഡോറൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ. ഇത് തുറക്കാൻ പറ്റുന്ന എന്നോടത്ത് കൊല്ലാൻ പറ്റുന്ന കൊല്ലേ. ഇതിനാരെങ്കിലും കൊല്ലടേ. നിങ്ങൾ ആ തള്ളയെ കൊല്ലുമോ? തുടരുത് തന്നെ തൊട്ട് പോകരുത്. നിങ്ങൾ നോക്കിയോട്ടോ, ഞാൻ എൻ്റെ സാധനം എടുക്കട്ടെ. ഇവിടുന്നല്ല സാധനം എല്ലാം യൂസ് ചെയ്യും. എക്യുപ്പ് ക്ലോസ് ചെയ്യും. അത് ചത്തല്ലേ? അല്ലെങ്കിൽ ഞാനതിനെ കൊല്ലാൻ വേണ്ടി വന്നായിരുന്നു. ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടാൽ മതി ഇവിടുന്ന്. ഓക്കെ, തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ കളിയും നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാവരെയും കൊല്ലായിരുന്നു. അല്ലെങ്കിലും എൻ്റെ ഐഡിയ കൊണ്ടാണ് നമ്മൾ ജയിച്ചത്. ഞാനവിടുന്ന് മറ്റേ ഫാസ്റ്റ് ബൈറ്ററിനെ ഓട്ടിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. ഒരു നന്ദി വേണം. ബെസ്റ്റ്. ഇത് കിടക്ക. വെള്ളം ഇട്ടിരിക്കട്ടെ തൽക്കാലത്തേക്ക്. പോയിട്ട് പിന്നെ വരാം. 2 ഡോറുണ്ടല്ലേ? ഗുഡ്. സ്പിരിറ്റ് ശരിയാക്കി തരാം. ഇപ്പം ശരിയാക്കി തരാം. ഓക്കെ, ലെറ്റ്സ് മൂവ്. ഇത് തുറക്കാൻ പറ്റുമോ? തുറന്ന് 2 പി വെള്ളം എടുക്കേണ്ടി വരുമല്ലോ. വെള്ളമല്ല. നിങ്ങൾ പോരല്ലോ ആദ്യം, ഞാൻ പിന്നെ വരാം.
ടോസ്കിക് ഗ്യാസ്. ടോസ്കിക്. ഇത് കടന്നെങ്ങനെ പോകും മല്ലയ്യ നമ്മൾ? ഇവിടെ നിന്നാലും ഡെഡാവും, നിന്നില്ലെങ്കിലും ഡെഡാവുന്നുള്ള അവസ്ഥയാണെന്ന് തോന്നുന്നു. ഓടിപ്പോയി നോക്കാം. ഓക്കെ, ഓടിക്കോ. കാര്യമായി. ഈ ഐറ്റംസ് മൊത്തം എടുക്കാവോ? എക്യുപ്പ്. ഇത് മറ്റേ ലവ്മാരല്ലേ, ടോക്സിക് സ്പിറ്റേഴ്സ്. ഡാം ടീം. ബട്ട് ബെറി തീർന്നു. ബട്ട് മെഡിക്കൽ കിറ്റ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒരെണ്ണം കുറവാണ്. നോ പ്രോബ്ലം. നമുക്ക് ടോക്സിക് സ്പിറ്റേഴ്സ് എന്നോട് അല്ലേ മൊത്തം 2 ടോക്സിക് സ്പിറ്റേഴ്സ് ഉണ്ട്. ഈ ഗണ്ണെടുത്ത് പടപെടാ പടയ്ക്കുന്ന എന്തൊരു എളുപ്പം അറിയാം. പക്ഷേ ബങ്കർ ആൽഫ. രണ്ടാമത്തെ ലെവൽ എത്തിയതേ ഉള്ളൂ. ഇത്രയും പാടുണ്ടോ ഇത് കളിക്കാൻ? ക്ലോസ്. ഇത് ബങ്കർ ആൽഫയിൽ ഇത് ഫുള്ള് കളിച്ച് തീരണം നമ്മൾ. ശരിക്കും ബങ്കർ പോകാനുള്ള ഗണ്ണല്ലേ നമ്മൾ, മീൻസ് നമുക്ക് യൂസ് ചെയ്യാനുള്ള സാധനമല്ലേ ഇത്. ബങ്കർ ആൽഫ ഗൺ. ഈ സൗണ്ട് ഇല്ലാത്ത വേണ്ട സാധനം, സൗണ്ടുള്ള കണ്ണെടുക്കാം. എക്യുപ്പ്. തിരിച്ചു പോട്ടെ. പിന്നെ ഉള്ളത് കുറച്ചുകൂടി ഈസി ആയിട്ട് വീശാൻ പറ്റുന്ന ഏതെങ്കിലും സാധനം. ക്രോസ് ബാർ ഉണ്ട് അവിടെ. കുക്കായില്ല. ആയിക്കോട്ടെ, ഇതൊന്നും കുക്കാവും തോന്നുന്നില്ല. തിരിച്ച് പിന്നെയും ബങ്കർ ആൽഫയിലേക്ക്. ചുകു 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 ചുകു. റൺ. വളരെ സമാധാനത്തിലും സൂക്ഷിച്ചും കളിക്കേണ്ട ഒരു ഗെയിമാണെന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മളിവിടുന്ന് തുടക്കം തൊട്ട് അങ്ങോട്ട് ഓടിപ്പോകുന്ന വലിയ ടാസ്ക്കാണ്. എപ്പോഴും പോയി വെപ്പണൊക്കെ ഇവിടെ എടുത്തിട്ട് പോവാം. ശരിക്കും ഇപ്പോഴൊന്നും വേണ്ടൊന്നും എടുക്കണ്ട, തൽക്കാലം ഓടിക്കട്ടെ.
തൊപ്പിയില്ല, നമുക്ക് താഴെ യൂസ് ചെയ്യാം. തൊപ്പി എടുക്കാം. പിന്നെയുള്ളത് തൊപ്പിയൊന്നും വേണ്ട. ഗുഡ് 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 ഗുഡ്. ഫുഡ് ഫുഡ് ഫുഡ്. ആൻറ്റി സ്പോ വെപ്പൺസ്. ഇവിടെ നിന്നല്ല, ഇങ്ങോട്ടല്ല, എങ്ങോട്ട് ഓടുന്നത്? ആദ്യമായിട്ട് വരുന്ന പോലെ. ആദ്യമായിട്ടാണ് എന്നാലും. ഫ്ലോറിൽ പോവുക, ലിഫ്റ്റിൽ കയറുക, 2 ഞെക്കുക, താഴെ പോവുക. ഷോ ബങ്കർ ആൽഫയുടെ 2ാം തട്ടിലേക്ക്. ടീം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്ത് വന്നാലും ആദ്യം ഓടുവന്മാർ. എന്നാ സെറ്റപ്പ്. നീ നടക്കുന്നോട്. നീ നമ്മൾ സോംബി എന്നെ കയ്യെത്തി പിടിക്കാൻ പറ്റാത്തതുകൊണ്ടേ ഒന്ന് ഹെൽപ്പാക്കി കൊടു. എന്ത് കൂപ്പണോ? ഓക്കെ. ഈ കൂപ്പണൊക്കെ കൊണ്ട് നമുക്ക് അപ്പുറത്തിട്ടിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൂടെ? യെസ്. ഇവിടുന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ പരിപാടികളെല്ലാം തീരും. ഇവന്മാരെ കൊന്നോ നിങ്ങൾ? കില്ലാടികളെ. ഞാൻ വിചാരിച്ചു അവന്മാരിനി തട്ടേണ്ടി വരുമെന്ന്. ഒരു പ്ലാനിലാണ് വന്നത്. എന്നാലും സാരമില്ല, നിങ്ങൾ കൊന്നല്ലോ, സമാധാനമായി. ഗിഫ്റ്റ് എന്താ കിട്ടി നോക്കട്ടെ. ടേക്ക് വാൾ. പിന്നെടുക്കാം. കൂപ്പൺസ് എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. കീപ് മൂവിങ്. ഓക്കെ, മൂവ് ആണ്. ടേക്ക്. ഫസ്റ്റ് എയ്ഡ് കിട്ടുമെന്ന് ചാമ്പി. ഫുൾ ലൈഫ്. ഗുഡ്. ഗണ്ണെടുത്ത് പിടിക്കാം, തുറക്കാം. ആരുമില്ലല്ലോ. ആരുമില്ല. പക്ഷെ നമ്മളിനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. എടി നീ ആരുടെ ഇനി? ഓക്കെ, ഈ സ്പ്രേ വരുന്നതിന് അപ്പുറം പോകണമായിരിക്കും. ഇതൊക്കെ ഞാൻ ചാവുന്നു. എന്തിനാണ് ചത്തത്? ഏതറിവൻ? അവൻ ചത്ത്. നാഗപ്പാടെ സഹായമുള്ള ഒരു ചെറുക്കനായിരുന്നു. കണ്ണ് തന്നെ ശരണം. ഇത്രയും പേര് കണ്ണില്ലാതെ എങ്ങനെയാ കൊല്ലുന്നു ബ്രോ? കണ്ണുണ്ടായിട്ട് ഈ പാട്. നിങ്ങളൊക്കെ ചാകണ്ടേ? ക്ലിയർ ദ സ്റ്റോർ റൂം. യെസ്. ഒന്നുമില്ല. ഇതാണോ ക്ലിയർ ചെയ്യാൻ പറഞ്ഞേ? ലെവൽ 2 ബർഗ്ലർ സ്കിൽ റിക്വയർഡ്. കളക്റ്റബിൾ എല്ലാം കളക്ട് ചെയ്തു. ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അത് തന്നെ. ആകപ്പാട
നമ്മുടെ പുള്ളിയിലാണ് പ്രതീക്ഷയുള്ളത്. കളയരുത്. തുറക്ക്. ക്ലിയർ ദ സ്റ്റോർ റൂം. സ്റ്റോർ റൂം ക്ലിയർ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ചെല്ലണം. വാൾ ട്രിക്ക് പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. ബട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു, നടക്കുന്നില്ല എന്നുള്ള സ്കീമാണ്. ടോക്സിക് അബോമിനേഷൻ. ഞാൻ ഓടിയാലോ എങ്ങോട്ടല്ലോ? ഞാൻ കൊല്ലാട്ടോ. അയ്യോ അണ്ണാ, നിങ്ങളില്ലെങ്കിൽ ഇതൊന്നും സാധ്യമേ അല്ല. മറൈനോ ടോക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു സംഭവം കൂടെ ചോദിക്കട്ടെ? യെസ് മറൈൻ, താങ്ക്സ്. ലെവലപ്പ്. റിട്ടേൺ ടു ദ ലോബി. അതിന് മുന്നേ എനിക്ക് എടുക്കാനുള്ള സാധനങ്ങൾ എടുക്കട്ടെ. ഞാൻ പിന്നെ വന്ന എന്തിന്? അല്ല, നിങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിക്കാനൊന്നുമല്ല. എൻ്റെ ജീവൻ പണയം വെച്ച് സാധനം എടുത്തിട്ട് ലെവലപ്പ് ചെയ്യട്ടെ. ഫിഷിംഗ് വേണോ? ഇറ്റ് ഈസ് വില്ലിംഗ് ടു ഓഫർ യു ബെറ്റർ ട്രേഡ്സ്. അതൊക്കെയാണ്. നോയ്സ് ഫിഷ് ഇമ്പ്രൂവ് 8%. വേണ്ട, നമുക്കിത് കൊടുക്കാം തൽക്കാലത്തേക്ക്. ബ്രോ, പർപ്പിൾ എടുക്കുന്നതിൽ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ സെറ്റപ്പ് അല്ലേ പറഞ്ഞേ? റിട്ടേൺ ടു ദ ലോബി. ഉറപ്പ് തന്നെയല്ലേ? ഓ, ഇവിടെ എന്തോ സെറ്റപ്പ് ചെയ്യണ്ടോ? സെറ്റപ്പ് നിങ്ങളിത് എങ്ങോട്ട് പോകുന്നു? ഫ്ലോർ 2, ഫ്ലോർ 1. ഒരു സെക്കൻഡ്, ഇവരെങ്ങോട്ട് പോയി നോക്കട്ടെ. ഇവരെ കാണാനില്ല. ഒരു ചാമ്പിയോ? ഫ്ലോർ 1. 3 പോകാൻ പറ്റില്ല. ഫ്ലോർ 1 പോവാം. ഇനി പോകുന്ന വഴിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. ആരാത്? ഓക്കെ. അത് ഇതിന് കൊടുക്കാനുള്ള ചുവന്ന കൂപ്പണൊന്നുമില്ല. ഓക്കെ, മറികടേ. പച്ച കൂപ്പണൊന്നുമില്ല. ഓക്കെ, ഇവിടെ കൊടുക്കാനുള്ള കൂപ്പൺ നമുക്കുണ്ട്. പെട്ടി പോരട്ടെ. പക്ഷെ ഇതെങ്ങനെ കൊണ്ടുപോകും? ടേക്ക് എല്ലാം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടുത്തോളൂ. ലൈഫുണ്ട്. ഇത് ക്ലിയർ ചെയ്ത് ബാൻഡേജ് ആക്കാൻ പറ്റുമോ? ഇല്ല. വാച്ച്, ഐറ്റംസ്. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? ഇതിവിടെ ഇരിക്കട്ടെ. ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്യൂവൽ, പെയിൻറ്റ്, ഐറ്റംസ്, ലോക്ക് ആൻഡ് കീ. വാച്ച് മാറ്റിയിട്ടത് വെച്ചാലോ? ഇത് മാറ്റിയിട്ടേക്ക്. ഇത് പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ, പോയിട്ട് വരാം. കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? പിന്നെ മുകളിലത്തെ ഫ്ലോറിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പോകണം. ഇവിടുത്തെ സാധനം എടുക്കണം. ജീവനോടെ തിരിച്ചു വന്നു. നന്ദിയുണ്ട്. നന്ദിയുണ്ട്. എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുക്കട്ടെ. എൻ്റെ കൂട്ടത്തിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഏതൊരു സാധനം എടുത്തിട്ടുണ്ട്.
എടുക്കാൻ പറ്റിയതൊക്കെ എടുക്കുന്നതല്ല. സോറി, ബംഗാർ ആൽഫ എൻ്റർ. തുറക്കാൻ പറ്റില്ല. ഓക്കെ, സോ വിൽ ഗോ ബാക്ക് ടു അവർ ബേസ്. ഓക്കെ, ക്ലോസ്. നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവാം. 1 ഡേയിൽ റീഫ്രഷ് ആവും. ഓക്കെ, 31. നമുക്കിനി ഇവിടെ വന്ന് തിരിച്ചോടൊപ്പം 31, 62 വേണം. ഉണ്ടാവും തോന്നുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് സാധനമൊക്കെ എടുക്കാം, പക്ഷേ തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കി നോക്കാം. ആ ടൈമിലുള്ള റീഫ്രഷ് ആവുമെങ്കിൽ സാധനങ്ങൾ എടുക്കാം നമുക്ക്. എൻ്ററിങ്. ഓക്കെ, നമ്മുടെ ബേസിലോട്ട് വന്നു. ഫുഡ് ഐറ്റംസ് ഒന്നും വെക്കാനില്ല. ഗണ്ണ് കുറച്ച് യൂസ് ചെയ്യേണ്ടി വന്നു ഗൈസ്. ടാസ്ക് ആക്കരുത്. ഇത് ഇവിടെ വയ്ക്കുന്ന സാധനമല്ല. പെട്രോൾ. ഇവിടെ പെട്രോൾ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. പെട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ടോ? ലോക്ക് ആൻഡ് കീ, വാച്ച്, കൂപ്പണൊക്കെ വയ്ക്കുന്ന സ്ഥലമുണ്ട്. 6ഉം 2ഉം 8 കൂപ്പൺ. നമ്മുടെ കയ്യിൽ വേറെ കൂപ്പണൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ അലമാരയിൽ. തിരിച്ചു പോരാം. ഇവിടെ അല്ല, ഇവിടെ വെക്കുന്നതാണ് ഈ സ്പിരിറ്റ്, ഈ മെഡിക്കിറ്റ്. പിന്നെ ഈ ഐറ്റം ഓക്കെ, ഇവിടെ വയ്ക്കുന്നത്. ഗുഡ്, ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇവിടെയല്ല, ഇതിവിടെ വയ്ക്കാം. ഗുഡ് വർക്ക്. അലമാരയിൽ വന്നിട്ട് 15 കൂപ്പണുണ്ട്. അവിടെ എത്ര, 22 കൂപ്പൺ ഒറ്റ വേണ്ടേ? കാര്യമില്ല, ഇവിടെ എത്താം. സോ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന നോക്കട്ടെ. ടേക്ക് ഓൾ, ആയിക്കോട്ടെ. ബോക്സിലോട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ളത് അടുക്കളയിൽ കയറി നോക്കാം എന്താ ചെയ്യുക. കുക്കിങ്ങും ജോലിയും എല്ലാം 47.5. നാളെ ഒന്ന് നോക്കാം കുക്കിംഗ് എന്താന്ന്. സോ നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മുടെ സാധനങ്ങൾ എടുത്തിട്ട് വരാൻ നോക്കാം. ബംഗാർ ആൽഫയിലോട്ട് പോവാം. തിരിച്ചു ബംഗാർ ആൽഫ. റിട്ടേൺ ടു ബംഗാർ ആൽഫ ആണ് പിന്നെയും കാണിക്കുന്നത്. മീൻസ് എനിക്ക് തോന്നുന്നു പിന്നെയും അങ്ങോട്ടേക്ക് കുറച്ചുകൂടി നമ്മൾ പോകാനുണ്ട്. അത് നമുക്ക് ഫ്രഷായിട്ട് വേറെ ദിവസം പോയാലോ എന്നൊരാലോചന. കണ്ണും വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി നോക്കാം. സോ ഇപ്പം നമുക്ക് പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അടിയുണ്ടാക്കി മേടിച്ച സാധനങ്ങളൊക്കെ എടുക്കാം. പക്ഷേ ആ മറയിൻ അയാളുടെ ഫ്രണ്ട് കൂടെ ഉള്ളതുകൊണ്ട് മാത്രം, ഫ്രണ്ട് അകത്തുള്ളതുകൊണ്ട് മാത്രമാണ് തോന്നുന്നു നമ്മളോട് വന്നത്. ഇനി അടുത്ത വട്ടം നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ എന്നെ ചാമ്പും. ആദ്യം താഴെ പോയിട്ട് എൻ്റെ സാധനം എടുത്തിട്ട് വരാം. അവിടുത്തെ മെയിൻ കുറച്ച് സാധനങ്ങളുണ്ട്, അതെടുത്തിട്ട് മോളിൽ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം. അവിടെ എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ മാക്സിമം നോക്കിയോട്ടെ. ലെവൽ 2 പോകേണ്ടി വരുമോ? ഇവിടുന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ജസ്റ്റ് നോക്കി വെക്കാം. എന്തായാലും നമുക്ക് വൈപ്പ് ചെയ്തുകൊണ്ട് വരാം നമുക്ക് അവിടെ ഉള്ളതൊക്കെ.
ബിക്കോസ് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ സാധനമാണ്. എടുത്ത് വെച്ചേക്കാം. അങ്ങോട്ട് പോകുമ്പോൾ ലൈഫ് എന്തായാലും കുറയും. മറ്റേ ഗ്യാസിൻ്റെ ഇതിൽ പോകുമ്പോൾ അന്നേരത്തേക്ക് കഴിക്കാം. ഇതാ വരുന്നു, എടുക്കാം. ഇതൊക്കെ ഏത് റൂം വഴി കയറുന്നത്? ഓക്കെ, ഇതിനകത്തുണ്ടോ? ഒന്നുമില്ല. ടെർമിനൽ ആക്ടിവേഷൻ റിക്വയർഡ്. ഓ, ഇതാണ് മറ്റേ സംഭവം, വിരൽ കിട്ടുന്ന പരിപാടി. അപ്പോൾ ഇത് ഈ ബോക്സിൽ ഏതെങ്കിലും ആയിരിക്കും ചിലപ്പോൾ കിട്ടാൻ സാധ്യത. ത്യാപ്പാണ്, ത്യാപ്പ്. ഒരു ഗണ്ണും ഇല്ലാതെ പോകുന്ന ലെവൽ 2 സോംബികൾ ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രം. ഉണ്ടെങ്കിൽ തിരിച്ച് ഓടും. കാരണം ഒരു എക്യുപ്മെൻറ്റും ഇല്ല എൻ്റെ അറിവിൽ. ഉണ്ടോ? എൻ്റെ അറിവിൽ നിലവിലൊരു എക്യുപ്മെൻറ്റും ഇല്ല. ഓക്കെ ഗായ്സ്, നിങ്ങളൊക്കെ ഉറങ്ങില്ല? ഇല്ല, സന്തോഷമായി. എന്തൊക്കെ മേളമായിരുന്നു, കിടക്കുന്നുണ്ടല്ലേ ചത്ത് മലച്ച്. ഒന്നും എടുക്കാനില്ല. ടേക്ക് ഓൾ. വേസ്റ്റ് മില്ല എന്താ? ഓക്കെ, ഇതും എടുത്തില്ല എന്ന് വേണ്ട. ടേക്ക് ഓൾ. കുടികാരപ്പയല്ലേ, മുദ്രവയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി വയ്ക്കുക. തറ വീഴുമ്പോൾ നനയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് കൂടിയോ? ഇല്ല, 77. എനിവേസ്, ഇവിടുന്ന് എന്തെടുക്കാനുള്ളത് നോക്കട്ടെ. ഇല്ല, ഇനി നമ്മൾ പോകുന്നത് ആ ഫ്രണ്ട് കിടന്ന അല്ല, ഇതുവഴിയല്ലല്ലോ. ഗണ്ണുണ്ട് നമ്മുടെ അടുത്തല്ലേ? ഐ സി. ചേട്ടാ, ഇതുവഴിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നേ. ഇതുവഴിയല്ല, അതിനപ്പുറത്തോടാണ് വഴി. ഇതല്ലേ? ഇതുവഴിയല്ല. ലെവൽ 2 അടുത്ത് ദിസ് റൂം. യെസ്, ഈ റൂം. ഇവിടെ കസ്റ്റമൈസേഷൻ ഇത് രണ്ടും ഉണ്ടല്ലേ ഇൻവെൻട്രിയിൽ. വെപ്പൺ. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ. പണം കൊടുക്കാനല്ലേ? നോ വേ. ഇവിടുന്ന് എടുക്കാനില്ല, അവിടുന്ന് ഒന്നും എടുക്കാനില്ല, ഇവിടുന്ന് ഒന്നും എടുക്കാനില്ല. അതൊക്കെ നഷ്ടം. Nothing. So
Dos Kikias. ഓക്കെ, ലെവൽ 2 ബർഗ്ലർ ഐറ്റം. ഓക്കെ, നമ്മളിവിടെ നേരെ തിരിച്ചു പോവാം. ലെവൽ 1 പോവാം. ലെവൽ 1 പോയിട്ട് നമ്മുടെ അവിടുത്തെ സാധനങ്ങളൊക്കെ ബാക്കി എടുക്കാം. ആ ഫ്രണ്ടിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് വിൽ ഗോ ബാക്ക്. വി വിൽ ഗോ ബാക്ക് ടു അവർ ബേസ്. കുറച്ച് നോക്കിയേക്കും, ഇവിടെ 30 കൊടുത്താലേ ഓപ്പൺ ആവുള്ളൂ. യെല്ലോ. എപ്പോഴത്തേക്കും സാധനം എടുക്കട്ടെ. ഞാൻ ഒന്ന് നിൽക്കുവാന്നേ ഇവിടെ. ആരെങ്കിലും ഫിംഗർ. ഓക്കെ, പ്ലേസ് വേർ യു ഗെറ്റ് ദിസ് ഗുഡ്സ് ബട്ട് ദ ആക്സസ് ഫിംഗർ വേർ യു ഗെറ്റ് ദിസ്. താങ്ക്സ് ഐ സപ്പോസ്. ബാക്കി പറയും. ഓക്കെ, ഗോ ഹോം. പരിപാടി കഴിഞ്ഞോ? ഈ ഐറ്റം ഇവിടെ വെക്കാൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ വെക്കില്ലേ? റിവാർഡ് ലിസ്റ്റ്. താങ്ക് യു സ്പെഷ്യലിസ്റ്റ്. ടെർമിനൽ ആക്ടിവേഷൻ റിക്വയർഡ്. അത് ചെയ്യണമെങ്കിൽ അവിടെ ഇത് വേണം, ഇത് ചെയ്യണമെങ്കിൽ അവിടെ അത് വേണം, അതും ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. തൽക്കാലം നമുക്ക് ഇവിടെ ഇരിക്കുന്ന സാധനം എടുത്തെല്ലാം തിരിച്ച് വീട്ടിൽ പോകും. തിരിച്ചു പോ, തിരുമ്പി. നല്ല ബംഗളിനൊക്കെ ഇറങ്ങുമ്പോൾ. ഓക്കെ, ഗോട്ട് ഇറ്റ്. സൗണ്ട്. So we are going to take all the items from here, from there, from here, all take all. എന്ത് ചെയ്യുമല്ലേ നമ്മൾ? തൊപ്പികളയാം. വിലപ്പെട്ട സാധനങ്ങളല്ലേ. ടേക്ക് ഓൾ. ടേക്ക് എടുക്കാൻ പറ്റുന്നില്ല. ശരി, ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമ്മൾ തിന്ന് തീർക്കേണ്ടി വരും. എക്യുപ്പ് രണ്ടും നല്ലതാണ്, ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഗൺ ഉണ്ടെന്ന് തോന്നുന്നു. ഗണ്ണുണ്ട്. സോ ചില കാര്യങ്ങൾ നമ്മൾ തിന്ന് തീർക്കേണ്ടി വരും. വെറുതെ തിന്ന് തീർത്തു. ഓക്കെ, ബൈ ഗൈസ്. ഇവിടെ ഇരിക്കും നിങ്ങൾ. പെട്ടിക്ക് പെയിന്റ് അടിക്കുന്ന വലിയ പ്രധാനമുള്ള കാര്യമല്ല, എന്നാലും ഡ്രസ്സ് പിന്നെ ഉണ്ടാക്കാം. പക്ഷെ ഡ്രസ്സ് ഉണ്ടാക്കാൻ ഒരുപാട് സാധനം വേണം. കൺഫ്യൂഷൻ ആയത്. ലെറ്റ് മീ ചെക്ക്. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, വേറെ ദിവസം വരാം. സങ്കടമാണ്, എന്നാലും പോയേ വലിയ പറ്റുള്ളൂ. കറക്റ്റ് 31st
31 എനർജി ഉണ്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട്. ഓക്കെ, നമ്മൾ തിരിച്ചു പോകുന്നു. ഇവിടെ ഇടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടു. ഇവിടെ ഇടാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമില്ല. വെപ്പൺ കുറച്ചുകൂടി സെറ്റാക്കേണ്ടി വരും. മിക്കവാറും വെപ്പണിൻ്റെ ബോക്സ് വലുതാക്കേണ്ടി വരും. പുട്ടോൾ ഇത് തിരിച്ചു കിടക്കുന്നു. പുട്ടോൾ വേറെന്താ ഒരു പ്രത്യേകതയുള്ളൊരു ബോക്സ്. അവിടെ ഗ്രീൻ ബോക്സ് എന്തിനാണ് അടിക്കുന്നത്? തടിക്ക്. യെല്ലോ ബോക്സ് കളിച്ചു തരിക. ഓക്കെ, ഇത് നമുക്ക് ബോക്സ് പെയിൻ്റ് അടിക്കാം. പെയിൻറ്റ് ഗ്രീൻ വാല പെയിൻറ്റ്. ഓക്കെ, ഒരു ബോക്സ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആണി കട്ടൊക്കെ വേണമല്ലോ. തൽക്കാലം നമുക്കിതിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. മകനെ ഇവിടെ പ്ലേസ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇങ്ങോട്ടിരിക്കേ, സെറ്റാക്കാം. ഇവിടെ എന്താ സ്പിരിറ്റ് ഒന്നുമില്ല. ഓക്കെ, സോ ലെറ്റ് സീ നമ്മുടെ കുക്കിംഗ് എന്തായി. ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആയിക്കോട്ടെ. So anyways, once again, thank you for all the support and comments. Keep supporting. Thank you so much. Take care. Bye bye. See you in next video.